കണ്ണൂർ CPIM ജില്ലാ സെക്രട്ടറി പി ജയരാജൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകുന്നു. നെയ്യാറ്റിൻകര LDF സ്ഥാനാർത്ഥി അൻസിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. കൊലക്കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ടയാളെ സ്ഥാനാർത്ഥിയാക്കിയ ഉമ്മൻചാണ്ടി അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാപട്യമാണെന്ന് പി ജയരാജൻ പറഞ്ഞു. കതിരൂർ മനോജ് വധക്കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാൽ ജയരാജൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമായിരുന്നില്ല. ചികിത്സ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേദികളിൽ എത്തിത്തുടങ്ങി. തിരുവനന്തപുരത്ത് 3 ഇടങ്ങളിൽ ജയരാജൻ പ്രസംഗിച്ചു. അക്രമ രാഷ്ട്രീയത്തിനെതിരായ ഉമ്മൻചാണ്ടിയുടെ അവകാശവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും എതിരെയായിരുന്നു ജയരാജന്റെ പ്രചരണം. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ മമ്പറം ദിവാകരനെ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാക്കിയ ഉമ്മൻചാണ്ടിക്ക് അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ എന്ത് അവകാശമെന്നും ജയരാജൻ ചോദിച്ചു. സെൻട്രൽ ജയിലിൽ കൊലക്കേസ് തടവ് ശിക്ഷ അനുഭവിച്ച് പുറത്തുവന്ന മമ്പറം ദിവാകരനെ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഓർമ്മശക്തിയെ ഇങ്ങനെ പരിശോധിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. CPM-നെ തകർക്കാൻ RSS-ഉം കോൺഗ്രസും ഒത്തുകളിക്കുകയാണെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസും RSS-ഉം ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ, CPM-ന്റെ നേതാക്കന്മാരെ പിടിച്ച് ജയിലിടാൻ, പുറത്തു വരാത്ത വിധം ജയിലിടാൻ അതിനുള്ള പദ്ധതിയായിട്ടത്. പക്ഷെ കോടതിക്ക് കൃത്യമായിട്ട് മനസ്സിലായപ്പോൾ എനിക്ക് 41 ദിവസത്തെ റിമാൻഡിന് ശേഷം ജാമ്യം തന്നു. അടുത്ത ദിവസങ്ങളിൽ കണ്ണൂർ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ജയരാജൻ പ്രചരണങ്ങളിൽ സജീവമാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.